ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും ദോശയ്ക്കും എല്ലാം കൂട്ടാനുള്ള ഒരു റെസിപ്പിയാണ് ഉള്ളി മസാല. ഉള്ളി കൊണ്ട് നല്ലൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. അത് ഭയങ്കര ടേസ്റ്റാണ്. അതിന് ഞാനിവിടെ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ടൊമാറ്റോ വേണം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു ഉള്ളി മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉള്ളി അല്പം വലുതായിട്ട് മുറിച്ചെടുക്കണം. ഇത്ര വലുപ്പത്തിൽ മുറിച്ചെടുക്കണം. എല്ലാ ഉള്ളിയും നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഉള്ളി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു. പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ തലതലായിട്ടിടുകയാണെങ്കിൽ എളുപ്പം വഴന്ന് കിട്ടും. അല്ലെങ്കിലും എണ്ണയിലിട്ടിടുന്നുണ്ടെങ്കിൽ അതങ്ങ് അടന്നു വന്നോളും. നല്ലതായിട്ട് മുറിച്ചെടുത്താൽ ഒത്തിരി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം തലതലായിട്ട് വീണു. ഇനി ഒരല്പനേരം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഉള്ളിക്കറി നമുക്ക് ഏത് ഇതിൻ്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഈവൻ പുട്ടിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. സാധാരണ നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കുന്ന പോലെ അല്ല, ഒരു അല്പം വ്യത്യാസപ്പെട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്ന താമസമേ ഉള്ളൂ. ഇതായിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഒരു പാനിലേക്ക് കോരി മാറ്റാം. ഈ സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഒരല്പം പെരിഞ്ജീരകവും ജീരകവും പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇവിടെ ഞാൻ പൊടി ഇപ്പം എന്താ ഇല്ലാത്ത കാരണമാണ് ഇത് രണ്ടും ചേർക്കുന്നത്. അല്പം ഇഞ്ചി സ്ലൈസ് ചെയ്ത്, ഒരല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനിതിനൊരു 1.5 സ്പൂൺ ഇടുന്നുണ്ട്. 1 സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അല്പം ഗരം മസാല. ഇനി നമ്മൾ ഒരു 2 ചെറിയ തക്കാളി ഇങ്ങനെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളം എല്ലാം പോയി മസാല നല്ല കുറുകി മസാലയിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന പാകം വരെ ഇതിനെ നമ്മൾ വഴറ്റിയെടുക്കണം. മസാല നല്ലതായിട്ടായി. മസാലയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് കട്ട തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരും മസാലയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ തൈരുമൊക്കെ ചേർക്കുന്ന കാരണം ഭയങ്കര ടേസ്റ്റായിരിക്കും. തൈര് നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതിനൊക്കെ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തു. ഒരല്പം കൂടി വേണ്ടി വരും. 1/2 കപ്പ് കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഒട്ടും തന്നെ ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റുമാണ്.
എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇതിനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. ഇതിന് പകരം മല്ലിയില, ഇത് കറി റെഡി ആയി കഴിയുമ്പോൾ മല്ലിയില ചേർത്താലും മതി. അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് വെന്താൽ മതി. നമ്മളുടെ കറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരല്പം കൂടെ വെള്ളം പറ്റാനുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഇതിൻ്റെ കൂടെ മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയില കൂടി സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.